ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും വലിയ കളമാറ്റങ്ങൾക്കും രാഷ്ട്രീയ അട്ടിമറികൾക്കുമാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ലോക്സഭയിൽ കേവല ഭൂരിപക്ഷമില്ലാതെ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഭരണം തുടങ്ങിയ മൂന്നാം മോദി സർക്കാർ തന്ത്രപരമായിട്ടുള്ള കരുനീക്കങ്ങളിലൂടെ സ്വന്തം നില ഭദ്രമാക്കുക മാത്രമല്ല, പ്രതിപക്ഷ നിരയെ നിഷ്പ്രഭമാക്കി മുന്നിൽ 2 ഭൂരിപക്ഷം എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് കുതിക്കുകയാണ്. ഡൽഹി മുതൽ മുംബൈ വരെ രാഷ്ട്രീയ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് പ്രതിപക്ഷ കോട്ടകളിൽ വൻ തകർച്ചയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. സഖ്യകക്ഷികളുടെ പിന്തുണയോടെ മാത്രമല്ല, സ്വന്തം നിലയിൽ തന്നെ കേവല ഭൂരിപക്ഷത്തിലേക്ക് കുതിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ BJP. പാർലമെന്റിന്റെ ഇരുസഭകളിലും 3/2 ഭൂരിപക്ഷം എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് NDA സഖ്യം ഇപ്പോൾ തൊട്ടരികെ എത്തിക്കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന് പിന്നാലെ മഹാരാഷ്ട്രയിലും താമര വിരിയിക്കാൻ വൻ നീക്കങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ വീണ്ടും ഒരു വൻ പിളർപ്പിന് വഴി തുറന്നുകൊണ്ട് ഓപ്പറേഷൻ ടൈഗർ സജീവമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൂറുമാറ്റ നിരോധന നിയമത്തെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷം MPമാരെ കൂടെ കൂട്ടാൻ BJP ക്യാമ്പിന് സാധിച്ചതായാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. തൃണമൂൽ കോൺഗ്രസ് പിളർത്തി 19 MPമാരെ സ്വന്തം പാളയത്തിലെത്തിച്ച BJP തൊട്ടു പിന്നാലെ മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും ലക്ഷ്യമിടുന്നതോടെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ തകർച്ചയുടെ വക്കിലാണ്. ലോക്സഭയിൽ ഉടൻ തന്നെ BJPക്ക് സ്വന്തമായിട്ട് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്നും NDA മുന്നണിക്ക് കടുത്ത ഭരണഘടനാ ഭേദഗതികൾ പാസാക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷം കൈവരുമെന്നുമാണ് നിലവിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ വ്യക്തമാക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് പശ്ചിമ ബംഗാളിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിന്റെ 19 വിമത MPമാരെ NDA പാളയത്തിലേക്ക് എത്തിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തന്ത്രങ്ങൾ ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയുടെ 9 ലോക്സഭാ MPമാരിൽ 6 പേരെ കൂറുമാറ്റി ഏക്നാഥ് ഷിൻഡെയുടെ ഔദ്യോഗിക ശിവസേനയിൽ എത്തിക്കാനാണ് അണിയറ നീക്കം. പാർട്ടി പിളരുമെന്ന ഭീതിയെ തുടർന്ന് ഉദ്ധവ് താക്കറെ അടിയന്തര MPമാരുടെ യോഗം തന്റെ വസതിയായിട്ടുള്ള മതേശ്രീയിൽ വിളിച്ചിട്ടുണ്ടെങ്കിലും കളം മാറ്റത്തിന് ആക്കം കൂടിയിട്ടേ ഉള്ളൂ എന്നാണ് സൂചനകൾ. നിലവിലെ ലോക്സഭയിലെ കക്ഷി നില പരിശോധിച്ചാൽ BJPയുടെ കുതിപ്പ് വ്യക്തമാകും. NDAയുടെ പ്രാരംഭം ഫലം എന്ന് പറയുന്നത് 293 MPമാരായിരുന്നു. അത് തുടക്കത്തിൽ 293 MPമാരുള്ള ഒരു കാര്യം. എന്നാൽ തൃണമൂൽ വിമതരുടെ വരവോടെ ഇത് 312 ഉയർന്നു. ഉദ്ധവ് വിഭാഗത്തിലെ 6 പേർ കൂടി എത്തിയാൽ ഇത് 318 ആകും. സ്വതന്ത്രരും ചെറു പാർട്ടി MPമാരും അടക്കം 12 പേരുടെ തന്ത്രപരമായിട്ടുള്ള പിന്തുണ കൂടി ഉറപ്പിച്ചു കഴിഞ്ഞതോടെ ഭരണപക്ഷത്തിന്റെ അംഗബലം 330 കടക്കും. ഇതിനു പുറമെ തമിഴ്നാട്ടിൽ കോൺഗ്രസ് പാർട്ടി വിജയിന്റെ പാർട്ടിയായിട്ടുള്ള തമിഴക വെற்றி കഴകവുമായിട്ട് സഖ്യമുണ്ടാക്കാൻ നീക്കം നടത്തിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ സഖ്യം വിട്ട DMKയും കളം മാറുകയാണ്. ലോക്സഭയിൽ 22 MPമാരുള്ള DMK കേന്ദ്ര സർക്കാരിന് പ്രശ്നാധിഷ്ഠിത പിന്തുണ നൽകാൻ തയ്യാറായാൽ ലോക്സഭയിൽ NDA പക്ഷത്തെ അനുകൂലിക്കുന്നവരുടെ എണ്ണം ഒറ്റയടിക്ക് 352 ഉയരും. സഭയിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ പ്രതിപക്ഷ നിരയിലെ ചില അംഗങ്ങൾ വിട്ടുനിൽക്കുക കൂടി ചെയ്താൽ ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായിട്ടുള്ള 2/3 ഭൂരിപക്ഷം എന്ന 360 എന്ന ലക്ഷ്യം BJPക്ക് സുഗമമായിട്ട് മറികടക്കാനാകും. വിമത MPമാർ ഔദ്യോഗികമായിട്ട് BJPയിൽ ചേർന്നതോടെ പാർട്ടിക്ക് സ്വന്തം നിലയിലും കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയും. ലോക്സഭയിലെ ഈ ഒരു മുന്നേറ്റത്തിന് സമാനമായിട്ട് രാജ്യസഭയിലും BJP തങ്ങളുടെ നില ഭദ്രമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ ആം ആദ്മി പാർട്ടിയുടെ 7 രാജ്യസഭാ MPമാർ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നതോടെ ഉപരിസഭയിൽ BJPയുടെ സ്വന്തം അംഗബലം 113 ഉയർന്നിരുന്നു. സഖ്യകക്ഷികളും സ്വതന്ത്രരും ചേരുമ്പോൾ രാജ്യസഭയിൽ NDAക്ക് 148 പേരുടെ ശക്തമായിട്ടുള്ള പിന്തുണയുണ്ട്. സാധാരണ ബില്ലുകൾ പാസാക്കാൻ വേണ്ട 123 എന്ന കേവല ഭൂരിപക്ഷത്തെക്കാൾ വളരെ മുകളിലാണിത്. DMKയുടെ 8 രാജ്യസഭാ MPമാരുടെയും തൃണമൂലിന്റെ ചില അംഗങ്ങളുടെയും പിന്തുണ കൂടി ലഭിക്കുന്നതോടെ രാജ്യസഭയിലും 3/2 ഭൂരിപക്ഷത്തിലേക്ക് ഭരണപക്ഷം എത്തും, അതായത് BJP എത്തും. വരാനിരിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഫെഡറൽ സംവിധാനങ്ങളെ ആകെ മാറ്റിമറിക്കുന്ന ഒരു നിർണായക നിയമനിർമ്മാണങ്ങൾക്കാണ് BJP ഇപ്പോൾ ഒരുങ്ങുന്നത്. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് രാജ്യത്തുടനീളം ലോക്സഭയിലേക്കും
നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ഈ ഒരു സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. ഇനി ജനസംഖ്യാടിസ്ഥാനത്തിൽ പാർലമെന്റ് മണ്ഡലങ്ങൾ പുനർനിർണയിക്കാനുള്ള നീക്കം നടക്കും. ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ വർദ്ധിക്കാനും ദക്ഷിണേന്ത്യൻ സീറ്റുകൾ കുറയാനും കാരണമാകുമെന്നതിനാൽ ദക്ഷിണേന്ത്യൻ പാർട്ടികൾ വലിയ ആശങ്കയിലാണ്. വനിതാ സംവരണ ഭേദഗതി ബിൽ നടപ്പാക്കൽ വേഗത്തിലാക്കാനുള്ള അടിയന്തര ഭേദഗതികൾ കൊണ്ടുവരും. പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളെ ഭീഷണിപ്പെടുത്തി ഭിന്നിപ്പിച്ചുമാണ് ഈ BJP ഭൂരിപക്ഷം ഒപ്പിക്കുന്നത് എന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോഴും തങ്ങളുടെ കയ്യിലിരുന്ന എംപിമാരെ ചോർന്നു പോകാതെ കാക്കാൻ അവർക്ക് ആകുന്നില്ല. പ്രാദേശിക പാർട്ടികളിലെ ആഭ്യന്തര കലഹങ്ങളും വോട്ട് ബാങ്കിംഗ് രാഷ്ട്രീയത്തിലെ വിള്ളലുകളും കൃത്യമായിട്ട് മുതലെടുത്തതുകൊണ്ട് മോദി സർക്കാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ ആധിപത്യം വീണ്ടും ഉറപ്പിക്കുകയാണ്. വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതോടെ രാജ്യം ചരിത്രപരമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾക്കും വലിയ രാഷ്ട്രീയ ഭൂകമ്പങ്ങൾക്കും സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വലിയ മുന്നേറ്റത്തോടെ BJP ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലെ വൻ വിജയങ്ങൾക്ക് ശേഷം BJP ലക്ഷ്യമിടുന്ന അടുത്ത പ്രധാന സംസ്ഥാനങ്ങൾ തെലങ്കാന, തമിഴ്നാട്, കേരളമാണ്. കോൺഗ്രസ് ഭരണത്തിലുള്ള തെലങ്കാനയാണ് BJPയുടെ അടുത്ത പ്രധാന ദക്ഷിണേന്ത്യൻ ടാർഗറ്റ്. പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിച്ച് ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ടാണ് ഇവിടെ കരുക്കൾ നീക്കുന്നത്. ഇനി കേരളത്തിലും തമിഴ്നാട്ടിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയങ്ങൾ നേടാൻ സാധിച്ചില്ലെങ്കിലും ദക്ഷിണേന്ത്യയിൽ പൂർണ്ണമായി സ്വാധീനം ഉറപ്പിക്കാൻ BJP അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സംസ്ഥാനങ്ങളാണിവ. ഇനി വരും വർഷത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 7 സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കുകയോ നിലനിർത്തുകയോ ചെയ്യുക എന്നതാണ് BJPയുടെ തൊട്ടടുത്ത ദൗത്യം. പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരൊറ്റ രാജ്യം, ഒറ്റ തിരഞ്ഞെടുപ്പ് ബില്ലും മണ്ഡല പുനർനിർണയത്തിനുള്ള നിർണായക ഭരണഘടനാ ഭേദഗതികളും വരും സമ്മേളനങ്ങളിൽ കേന്ദ്ര സർക്കാർ വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിക്കും.